മരണത്തെ തോൽപ്പിച്ച് ഉയർത്തെഴുന്നേറ്റ് നമ്മെ തൻ്റെ കൂട്ടായ്മയിലേക്ക് അനുദിനം ക്ഷണിക്കുന്ന നമ്മുടെ കർത്താവായ യേശുക്രിസ്തുവിൻ്റെ നാമത്തിൽ സ്നേഹ വന്ദനം. ഇന്നത്തെ ചിന്തയ്ക്കായി നൽകപ്പെട്ടിരിക്കുന്ന ചിന്താവിഷയം കം ആൻഡ് ഡൈ, ഇൻവിറ്റേഷൻ ബൈ റൈസ് ആൻഡ് ലോഡ്, അഥവാ വന്ന് ഭക്ഷിക്കുക, ഉയർത്തെഴുന്നേറ്റ കർത്താവിൻ്റെ ക്ഷണം എന്നുള്ളതാണ്. വന്ന് ഭക്ഷിക്കുക എന്ന യേശുവിൻ്റെ ക്ഷണം യോഹന്നാൻ 21 അധ്യായം 12 വാക്യത്തിലാണ് കാണാൻ സാധിക്കുന്നത്. ഇത് മരണത്തെ ജയിച്ച് ഉയർത്തെഴുന്നേറ്റ കർത്താവിൻ്റെ ക്ഷണമായിരുന്നു. ഉയർത്തെഴുന്നേറ്റ കർത്താവ് നമ്മുടെ ആവശ്യങ്ങൾ മനസ്സിലാക്കുകയും അവ നൽകി തരികയും ചെയ്യുന്നു. അതോടൊപ്പം ക്രിസ്തുവുമായുള്ള കൂട്ടായ്മയിലേക്ക് യേശു നമ്മെ ക്ഷണിക്കുന്നു. നൽകപ്പെട്ട പാഠഭാഗങ്ങളെ ആസ്പദമാക്കി ഈ വിഷയം നമുക്ക് ചിന്തിക്കാം. ഒന്നാമത്തെ ചിന്ത, കഷ്ടത അനുഭവിക്കുന്നവരെ ദൈവിക കൂട്ടായ്മയിലേക്ക് നയിക്കുക. കഷ്ടത അനുഭവിക്കുന്നവരെ ദൈവിക കൂട്ടായ്മയിലേക്ക് നയിക്കുക. 1 രാജാക്കന്മാരുടെ പുസ്തകം 19 അധ്യായം 1 മുതൽ 8 വരെയുള്ള വാക്യങ്ങളിൽ ഏലിയ പ്രവാചകൻ വലിയൊരു വിജയത്തിന് ശേഷം നിരാശയുടെ പടുകുഴിയിൽ ആഴ്ന്നുപോയ സംഭവത്തെക്കുറിച്ച് വിവരിച്ചിരിക്കുന്നു. 1 രാജാക്കന്മാരുടെ പുസ്തകം 18 അധ്യായത്തിലാണ് ഏലിയാവ് ബാലിൻ്റെ പ്രവാചകന്മാരുടെയും അശേര പ്രവാചകന്മാരുടെയും മുമ്പിൽ യഹോവയാണ് സത്യദൈവമെന്ന് തെളിയിക്കുന്നത്. ഏലിയാവിൻ്റെ യാഗപീഠത്തിൽ സ്വർഗത്തിൽ നിന്ന് തീയിറങ്ങി ദഹിപ്പിക്കുന്നു. തുടർന്ന് ബാലിൻ്റെ പ്രവാചകന്മാർ കൊല്ലപ്പെടുന്നു. ആഹാബ് രാജാവിൻ്റെ ഭാര്യയും ബാലിൻ്റെ ആരാധകയുമായിരുന്ന ഇസബേൽ ഏലിയാവിൻ്റെ അടുക്കൽ ആളയച്ച് അവനെ കൊല്ലുമെന്ന് ഭീഷണിപ്പെടുത്തുന്നു. ഏലിയാവ് ജീവനം കൊണ്ട് പലായനം ചെയ്യുന്നു. മരുഭൂമിയിൽ ചൂരച്ചെടിയുടെ തണലിൽ ഇരുന്നു കൊണ്ട് നിരാശിതനായി ഏലിയാവ് മരിക്കാൻ ആഗ്രഹിച്ചു. അവൻ ചൂരച്ചെടിയുടെ തണലിൽ കിടന്നുറങ്ങുമ്പോൾ ഒരു ദൂതൻ അവനെ തട്ടി ഉണർത്തി. എഴുന്നേറ്റ് തിന്നുക എന്ന് പറഞ്ഞു. അവൻ ഉണർന്നു നോക്കിയപ്പോൾ കനലിന്മേൽ ചുട്ട ഒരടയും ഒരു തുരുത്തി വെള്ളവും തൻ്റെ തലയ്ക്കിൽ ഇരിക്കുന്നത് കണ്ടു. അവൻ തിന്ന് കുടിച്ച് കിടന്നുറങ്ങി. 2ാം പ്രാവശ്യവും ദൈവദൂതൻ അവനെ തട്ടി എഴുന്നേൽപ്പിച്ച് എഴുന്നേറ്റ് തിന്നുക എന്ന് പറഞ്ഞു. കൂടാതെ ദൂരെ യാത്ര ചെയ്യുവാൻ ദൈവം അവനോട് ആവശ്യപ്പെടുന്നു. തുടർന്ന് 40 പകലും 40 രാവും നടന്നുകൊണ്ട് ഹോരേബ് പർവ്വതത്തിൽ ഏലിയാവ് എത്തിച്ചേരുന്നു. അവിടെ ദൈവം ഏലിയ പ്രവാചകനോട് മൃദുസ്വരത്തിൽ സംസാരിക്കുന്നു. അവൻ ചെയ്യേണ്ട ദൗത്യത്തെക്കുറിച്ച് അറിയിക്കുകയും അവനെ ശക്തീകരിക്കുകയും ചെയ്യുന്നു. സ്വന്തം ജീവരക്ഷയ്ക്കായി ഓടിയൊളിച്ച ഏലിയാവിനെയാണ് ദൈവം ശക്തീകരിക്കുന്നത്. വിശന്ന് പറഞ്ഞിരുന്ന ഏലിയാവിന് ഏറ്റവും ആവശ്യമായിരുന്നത് ഭക്ഷണമായിരുന്നു. അത് അവന് ദൈവം നൽകി കൊടുത്തു. അതിനുശേഷമാണ് അവൻ്റെ ദൗത്യത്തെക്കുറിച്ച് ഓർമ്മിപ്പിക്കുന്നത്. ഏലിയാവിന് പ്രാണഭയം മൂലം ദൈവമായുള്ള കൂട്ടായ്മ നഷ്ടപ്പെടുന്നു. ഈ അന്തരീക്ഷത്തിലാണ് ദൈവമായുള്ള കൂട്ടായ്മയിലേക്ക് ദൈവം അവനെ ക്ഷണിക്കുന്നത്. ക്രിസ്തീയ ദൗത്യത്തിൻ്റെ വലിയൊരു മാതൃകയാണ് നാം ഇവിടെ ദർശിക്കുന്നത്. വിശന്നിരിക്കുന്നവന് ആഹാരമാണ് ആദ്യം നൽകേണ്ടത്. ഉപദേശവും തിരുത്തലുകളും അതിനുശേഷമാണ് നൽകേണ്ടത്. നമ്മുടെ സമൂഹത്തിൽ കഷ്ടതയും ദാരിദ്ര്യം അനുഭവിക്കുന്ന അനേകരെ വിടുതലിനായി പ്രയത്നിക്കേണ്ടവരാണ് നാം. വെറും വാക്കുകൾ മാത്രം ഒതുങ്ങുന്നതല്ല സുവിശേഷ ദൗത്യം. അത് അനേകരുടെ ജീവിതത്തിൽ സാന്ത്വനമേകുന്നതാകണം. അനേകരുടെ ജീവിതത്തിലെ ആവശ്യങ്ങൾ നിർവഹിച്ചുകൊണ്ട് പ്രശ്നങ്ങൾക്ക് പരിഹാരം വരുത്തിക്കൊണ്ട് ക്രിസ്തുവുമായുള്ള കൂട്ടായ്മയിലേക്ക് വ്യക്തികളെ നയിക്കുവാൻ നമുക്ക് ഇടയാകണം. 2ാമത്തെ ചിന്ത, ഭയത്തിലും നിരാശയിലും കഴിയുന്നവരെ ദൈവിക കൂട്ടായ്മയിലേക്ക് നയിക്കുക. ഭയത്തിലും നിരാശയിലും കഴിയുന്നവരെ ദൈവിക കൂട്ടായ്മയിലേക്ക് നയിക്കുക. അപ്പോസ്തലപ്രവൃത്തികളുടെ പുസ്തകം 27 അധ്യായം 27 മുതൽ 36 വരെയുള്ള വാക്യങ്ങളിൽ അപ്പോസ്തലനായ പൗലോസിൻ്റെ ഒരു കപ്പൽ യാത്രയും അതിനോട് അനുബന്ധിച്ച് ഉണ്ടായ ദുരിതങ്ങളുമാണ് പ്രതിപാദിച്ചിരിക്കുന്നത്. പൗലോസ് ഇവിടെ തടവുകാരനായിട്ടാണ് യാത്ര ചെയ്യുന്നത്. കൂടാതെ നാവികരും പടയാളികളും മറ്റ് തടവുകാരും ഉൾപ്പെടെ 276 പേർ കപ്പലിൽ ഉണ്ടായിരുന്നു. പായ്ക്കപ്പലുകളാണ് അന്നത്തെ യാത്രയ്ക്കായി ഉപയോഗിച്ചിരുന്നത്. അവരുടെ യാത്രയിൽ പ്രതീക്ഷയ്ക്ക് വിരുദ്ധമായി ഈശാനമൂലൻ എന്ന കൊടുങ്കാറ്റ് ആഞ്ഞടിക്കുന്നു. കപ്പലിലുണ്ടായിരുന്ന ചരക്കുകൾ പുറത്തു കളഞ്ഞു. വളരെ നാളുകൾ കൊടുങ്കാറ്റിന്റെ മധ്യത്തിൽ അവർ നടുക്കടലിൽ കഴിഞ്ഞു. മരണഭീതിയാൽ ദിവസങ്ങളോളം ആഹാരം പോലും കഴിച്ചില്ല. ഇത്തരം ഒരു സാഹചര്യത്തിൽ തടവുകാരനായ പൗലോസ് എഴുന്നേറ്റ് നിന്ന് മറ്റുള്ളവരെ ധൈര്യപ്പെടുത്തുന്നു. ഒരു ദൈവദൂതൻ തനിക്ക് പ്രത്യക്ഷനായി എന്നും ആരുടെയും ജീവൻ നഷ്ടപ്പെടുകയില്ല എന്നും പറഞ്ഞതായും അറിയിക്കുന്നു. കൂടാതെ എല്ലാവരോടും ഭക്ഷണം കഴിക്കുവാനും അവൻ ആഹ്വാനം ചെയ്തു. പൗലോസ് അപ്പം എടുത്ത് എല്ലാവരും കാണുക ദൈവത്തെ വാഴ്ത്തിയിട്ട് നുറുക്കി തിന്നാൻ തുടങ്ങി. ഇത് കണ്ട മറ്റുള്ളവരും ധൈര്യപ്പെട്ട് ഭക്ഷണം കഴിച്ചു. തുടർന്ന് കപ്പൽ തകർന്നുവെങ്കിലും എല്ലാവരും ജീവനോടെ നീന്തി കരയ്ക്ക് എത്തിച്ചേരുന്നു. ജീവിതത്തിൽ പ്രതികൂലങ്ങളും ഭയവും നിരാശയും എല്ലായ്പ്പോഴും കടന്നു വരാം. ഇത്തരം സാഹചര്യങ്ങളിൽ ദൈവത്തിൽ ആശ്രയിച്ചുകൊണ്ട്
ധൈര്യപ്പെടാനും ദൈവവുമായുള്ള കൂട്ടായ്മയിൽ നിലനിൽക്കാനും കഴിയണം. ഭയത്തിലും ഭീതിയിലും നിരാശയിലും കഴിയുന്ന അനേകരെ ധൈര്യപ്പെടുത്തുവാനും ബലപ്പെടുത്തുവാനും നമുക്ക് ഇടയാകണം. ക്രിസ്തീയ ദൗത്യം ഒരു മാതൃകാ ജീവിതത്തിലൂടെയാണ് പൂർണ്ണമാകുന്നത്. പൗലോസിനെ പോലെ പ്രതികൂലങ്ങളിൽ ധൈര്യത്തോടെ ഉറച്ചു നിൽക്കാനും അതിലൂടെ അനേക ജീവിതങ്ങളെ ധൈര്യപ്പെടുത്തുവാനും നമുക്ക് കഴിയേണ്ടതാണ്. മൂന്നാമത്തെ ചിന്ത, പരാജയ ഭീതിയിൽ കഴിയുന്നവരെ ക്രിസ്തുവുമായുള്ള കൂട്ടായ്മയിലേക്ക് നയിക്കുക. പരാജയ ഭീതിയിൽ കഴിയുന്നവരെ ക്രിസ്തുവുമായുള്ള കൂട്ടായ്മയിലേക്ക് നയിക്കുക. യോഹന്നാൻ 21 അധ്യായം 1 മുതൽ 14 വരെയുള്ള വാക്യങ്ങളിൽ യേശു തിബരിയോസ് കടൽക്കരയിൽ വെച്ച് തന്റെ ശിഷ്യന്മാർക്ക് പ്രത്യക്ഷമായ സംഭവമാണ് വിവരിച്ചിരിക്കുന്നത്. യേശുവിൻ്റെ ഉയർത്തുന്നേൽപ്പിന് ശേഷം 2 പ്രാവശ്യം അടച്ചിട്ട മുറികളിൽ യേശു തന്റെ ശിഷ്യന്മാർക്ക് പ്രത്യക്ഷനായി. ഇത് രണ്ടും യെരുശലേം പ്രദേശം അഥവാ യഹൂദിയിലാണ് സംഭവിച്ചത്. തുടർന്ന് ശിഷ്യന്മാർ തങ്ങളുടെ സ്വന്തം ദേശമായ ഗലീലയിലേക്ക് മടങ്ങിയെത്തുന്നു. സ്വന്തം ഉപജീവനത്തിനുള്ള മാർഗത്തിനായി അവരിൽ ചിലർ കൂടിയാലോചിക്കുന്നു. പത്രോസ് പറഞ്ഞു, ഞാൻ മീൻ പിടിക്കാൻ പോകുന്നു. ഇത് കേട്ട മറ്റുള്ളവരും പത്രോസിനോട് കൂടെ ചേരുന്നു. ഒരു രാത്രി മുഴുവനും അധ്വാനിച്ചിട്ടും ഒന്നും പിടിക്കുവാൻ അവർ കഴിഞ്ഞില്ല. നിരാശിതരായി കരയിൽ എത്തിച്ചേർന്ന അവരെ വരവേറ്റത് കടൽക്കരയിൽ നിന്നിരുന്ന ഉയർത്തിനേറ്റ യേശുവാണ്. പക്ഷേ അത് യേശുവാണ് എന്നവർ തിരിച്ചറിഞ്ഞില്ല. യേശു അവരോട് ചോദിച്ചു, കുഞ്ഞുങ്ങളെ കൂട്ടുവാൻ വല്ലതുമുണ്ടോ? ഇല്ല എന്ന് അവർ ഉത്തരം പറഞ്ഞു. യേശു പറഞ്ഞു, പടകിന്റെ വലത്ത് ഭാഗത്ത് വല വീശുവിൻ, എന്നാൽ നിങ്ങൾക്ക് കിട്ടും. അവർ വീശി വലിയൊരു മീൻകൂട്ടം അവരുടെ വലയിൽ അകപ്പെട്ടു. തങ്ങളുടെ മുമ്പിൽ നിൽക്കുന്നത് യേശുവാണ് എന്ന് ശിഷ്യന്മാർ തിരിച്ചറിയുന്നു. കരയ്ക്ക് കയറിയപ്പോൾ അവർ തീക്കനലും അതിന്മേൽ മീൻ വെച്ചിരിക്കുന്നതും അപ്പവും കണ്ടു. ഒരു രാത്രി മുഴുവൻ അധ്വാനിച്ച അവർക്ക് നല്ല വിശപ്പുണ്ടായിരുന്നിരിക്കണം. യേശു അവരോട്, വന്ന് പ്രാതൽ കഴിച്ചുകൊള്ളുവിൻ എന്ന് പറഞ്ഞു. യേശു അപ്പവും മീനും അവർക്ക് നൽകിക്കൊണ്ട് കൂട്ടായ്മയുടെ അനുഭവം നൽകി കൊടുത്തു. ഈ കൂട്ടായ്മയുടെ അനുഭവം അവരുടെ ജീവിതത്തിൽ വലിയ മാറ്റങ്ങൾക്ക് കാരണമാകുന്നു. അവർ ധൈര്യപ്പെട്ട് ശക്തി പ്രാപിച്ചുകൊണ്ട് ദൗത്യ നിർവഹണത്തിനായി ലോകത്തിൻ്റെ അറ്റങ്ങളോളം കടന്നു ചെല്ലുന്നു. ജീവിതത്തിൽ പരാജയപ്പെട്ടു എന്ന് ചിന്തിച്ച് ക്രിസ്തുവുമായുള്ള കൂട്ടായ്മയിൽ നിന്നും അകന്നുപോയ ശിഷ്യന്മാരെ യേശു തന്നോടൊപ്പം ഭക്ഷണം കഴിക്കുവാൻ ക്ഷണിക്കുന്നു. ഇന്ന് നമുക്ക് നൽകപ്പെട്ടിരിക്കുന്ന വിശുദ്ധ തിരുവത്താഴം ക്രിസ്തുവുമായുള്ള കൂട്ടായ്മ പുതുക്കുന്നതിനുള്ള അവസരമാണ്. അതിൽ പങ്കുചേരുവാൻ യേശു നമ്മെ ക്ഷണിക്കുന്നു. ക്രിസ്തുവുമായുള്ള കൂട്ടായ്മയിൽ നിലനിൽക്കുമ്പോൾ ഒരു ശക്തിക്കും നമ്മെ പരാജയപ്പെടുത്തുവാൻ സാധ്യമല്ല എന്ന ശിഷ്യന്മാരുടെ അനുഭവം നമ്മെ ഓർമ്മിപ്പിക്കുന്നു. അതോടൊപ്പം പരാജയ ഭീതിയിൽ കഴിയുന്ന അനേകരെ ക്രിസ്തുവിൻ്റെ കൂട്ടായ്മയിലേക്ക് നയിക്കുവാൻ നമുക്ക് കഴിയണം. ഉയർത്തുന്നതിൻ്റെ കർത്താവ് എല്ലായ്പ്പോഴും നമ്മോട് കൂടെയുണ്ട്. എന്നാൽ ജീവിതത്തിലെ ചില നിമിഷങ്ങളിൽ കഷ്ടതയുടെ ആധിക്യത്തിൽ, ഭയത്തിൽ, ഭീതിയിൽ, നിരാശയിൽ, പരാജയത്തിൻ്റെ അനുഭവങ്ങളിൽ ക്രിസ്തുവുമായുള്ള കൂട്ടായ്മ പുതുക്കുവാൻ, ഉറപ്പിക്കുവാൻ നമുക്ക് ഇടയാകണം. അതോടൊപ്പം ഇത്തരം അനുഭവങ്ങളിലൂടെ കടന്നു പോകുന്ന അനേകരെ ക്രിസ്തുവുമായുള്ള കൂട്ടായ്മയിലേക്ക് നയിക്കുവാനും ഇടയാകണം. സുവിശേഷ ദൗത്യം എന്നത് വാക്കുകൾ മാത്രം ഒതുങ്ങുന്ന ഒന്നല്ല, പ്രവൃത്തികളിൽ വെളിപ്പെടേണ്ട ഒന്നാണ്. അതൊരു വിടുവിക്കലിൻ്റെ ദൗത്യമാണ്. ഈ ദൗത്യം ഏറ്റെടുക്കുവാനും പ്രാവർത്തികമാക്കുവാനും നമുക്ക് ഇടയായിത്തീരണം. അതിന് ദൈവം നമ്മെ സഹായിക്കുമാറാകട്ടെ. ആമേൻ.